Hello students, welcome to online accountancy class. Today we have to study the modifying principles of accounting. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയതും മോഡിഫൈയിങ് പ്രിൻസിപ്പിൾസ് ആണ്. അതിന്റെ 4 പോയിന്റുകൾ പറഞ്ഞു നിർത്തി. ഏതൊക്കെയായിരുന്നു? മറ്റീരിയാലിറ്റി, കൺസിസ്റ്റൻസി, കൺസർവേഷൻ വിത്ത് പ്രൂഡൻസ്, ടൈംലിനെസ്, സബ്സ്റ്റാൻസ് ഓവർ ലീഗൽ ഫോം. അടുത്തത് 5ാമത് 4 പോയിന്റ് ടൈംലിനെസ് വരെ പറഞ്ഞു. ഇനി 5ാമത്തെ പോയിന്റ് ആണ് സബ്സ്റ്റാൻസ് ഓവർ ലീഗൽ ഫോം. എന്താണ് സബ്സ്റ്റാൻസ് ഓവർ ലീഗൽ ഫോം? സബ്സ്റ്റാൻസ് മീൻസ് യാഥാർത്ഥ്യം. അതായത് നിയമപരമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ യാഥാർത്ഥ്യമായ കാര്യങ്ങൾക്ക് എഴുതണം. അതായത് അതാണ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടത് എന്നുള്ള വസ്തുതയാണ് ഏത്? തത്വമാണ് സബ്സ്റ്റാൻസ് ഓവർ ലീഗൽ ഫോം. അക്കൗണ്ടിങ്ങിന്റെ നിയമപരമായ ചില കാര്യങ്ങളുണ്ട്, അതിനേക്കാൾ കൂടുതൽ അതിലുണ്ടാകുന്ന സബ്സ്റ്റാൻസ്, യാഥാർത്ഥ്യമാണ് അതിൽ എഴുതേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രിൻസിപ്പിളാണ് പഠിക്കുന്നത്. എന്താണ് ആ പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. അതായത് ഈ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ട്രാൻസാക്ഷനുകളോ ഇവന്റ്സുകളോ, ബിസിനസ്സിലുണ്ടാകുന്ന ബിസിനസ് ട്രാൻസാക്ഷനുകളോ ഇവന്റുകളോ ബുക്സ് ഓഫ് അക്കൗണ്ടുകളിലേക്കും എഴുതുകയും അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പ്രസന്റ് ചെയ്യുന്നതും എങ്ങനെയാണ്? അതായത് വിത്ത് ദെയർ സബ്സ്റ്റാൻസ്, അതിന്റെ യാഥാർത്ഥ്യത്തിനനുസരിച്ചാണ്. നോട്ട് ലീഗാലിറ്റി, അല്ലാണ്ട് നിയമപരമായ രീതിയിലല്ല. നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലായോ? ചില ട്രാൻസാക്ഷൻസ് അതിന്റെ ഇപ്പം കറക്റ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ പൊസിഷനിലായിരിക്കില്ല നടത്തിയിരിക്കുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ ഹയർ പർച്ചേസ്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതോ ഒരു കേസിൽ ഹയർ പർച്ചേസ്, റവന്യൂ റിയലൈസേഷനിൽ ഹയർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആന്റിസിപ്പേറ്റഡ് സെയിൽസ് ആണ്, ബട്ട് ഇറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദി അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഈ ഹയർ പർച്ചേസിന്റെ ഒരു പ്രത്യേകത എന്താ? ഹയർ പർച്ചേസ്, അതായത് ഹയർ പർച്ചേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു ഗഡുക്കളായിട്ട് ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ തവണകളായി പണം അടച്ചുകൊണ്ട് ഒരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സ്വന്തമായി നൽകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഹയർ പർച്ചേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ തവണകളായി പണം അടച്ച് സാധനം കൈപ്പറ്റുക. പക്ഷെ ഈ ഹയർ പർച്ചേസ് വ്യവസ്ഥയിൽ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ കൈപ്പറ്റുകയാണ് ആര് ചെയ്യുന്നത്? അതിന്റെ ഉടമസ്ഥർ, അതായത് അത് വാങ്ങിക്കുന്ന വ്യക്തികൾ ചെയ്യുന്നത്. ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? സാധനം അവരുടെ കയ്യിലേക്ക് എത്തുന്നു. പക്ഷെ സാധനത്തിന്റെ ടൈറ്റിൽ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം അവിടെ നിലനിൽക്കുന്നു. അത് ആരുടെ കയ്യിൽ തന്നെയാണ്? സെല്ലറുടെ കയ്യിൽ തന്നെയാണ്. അത് എന്നാണോ ലാസ്റ്റ് പേയ്മെന്റ് ഓഫ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്നത് അന്ന് മാത്രമേ അതിന്റെ പൊസഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യപ്പെടുകയുള്ളൂ. മനസ്സിലായോ? സാധനം അവിടെയുണ്ട്, പക്ഷെ അത് വല്ലവരുടെ സാധനം, അത് ഏത് കടയാണോ ആ കടയുടെ സാധനമാണ്. നമ്മൾ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടച്ചത് ഫുൾഫിൽ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധനം നമ്മുടേതാണ്. ആ ഫർണിച്ചർ അല്ലെങ്കിൽ ആ ഫ്രിഡ്ജ് അല്ലെങ്കിൽ ആ മിക്സി ഇതൊക്കെ നമ്മുടേതായി തീരും. അല്ലെങ്കിൽ നാട്ടുകാരുടെ, ഏത് കടക്കാരാണോ ആ കടക്കാരുടേതാകും. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ തന്നെയാണ്. അപ്പൊ ഹയർ പർച്ചേസസിൽ എന്താ സംഭവിക്കുന്നത്? ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുമ്പോൾ തന്നെ വസ്തു ആരുടെ കൈകളിലേക്ക് എത്തും? അത് വാങ്ങുന്നവരുടെ കൈകളിലേക്ക് എത്തുന്നു. പക്ഷേ ഉടമസ്ഥാവകാശം ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എന്നാണോ പേ ചെയ്യുന്നത് അന്ന് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ. പക്ഷേ ഇങ്ങനെയൊരു സെയില് അക്കൗണ്ടിംഗ് ബുക്കില് എന്ത് ചെയ്യുന്നു? ക്യാഷ് പ്രൈസ് ആയിട്ട്, അതായത് ഇങ്ങനെയുള്ള അതിന്റെ ഓണർഷിപ്പ് നമ്മൾ റെസ്റ്റ് ഇൻ ഹാൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ. അപ്പൊ ക്യാഷ് പ്രൈസ് നമ്മൾ എങ്ങനെ എഴുതും? അതായത് ബാലൻസ് ഷീറ്റിന്റെ ആസ്തികൾ എഴുതുന്ന സൈഡ് ഉണ്ടല്ലോ, അസറ്റ് സൈഡില് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് അതിന്റെ ക്യാഷ് പ്രൈസ് എഴുതും. അതായത് ആ പണം നമ്മൾ വിറ്റിട്ട് കിട്ടിയ പണമാണ്, നമ്മുടെ ആസ്തിയാണെന്ന് പറഞ്ഞ് എഴുതും. അതിന് മാത്രം അങ്ങനെ ഒരു എക്സ്ക്യൂസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ
ലീഗലായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള സെയിൽ എഴുതാൻ പാടില്ല. ശരിക്കും യഥാർത്ഥത്തിൽ നടന്ന സെയിലും പൂർണ്ണമായ ഉടമസ്ഥാവകാശം കൂടി കൈമാറ്റം ചെയ്യപ്പെട്ട സെയിൽ മാത്രമേ നിയമപരമായിട്ട് അക്കൗണ്ടിങ്ങിന്റെ നിയമം അനുസരിച്ച് എഴുതാൻ പാടുള്ളൂ. ബട്ട് ഈ കേസസുകളില് സബ്സ്റ്റാൻസ് ഓവർ ലീഗൽ ഫോം, യാഥാർത്ഥ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അവിടെ എന്ത് ചെയ്തു, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടച്ചപ്പോൾ തന്നെ വസ്തു ആർക്ക് കൈമാറ്റം ചെയ്തു, അതായത് ആ തിങ്സ്, ആ മെറ്റീരിയൽ ആർക്ക് കൈമാറ്റം ചെയ്തു, അതായത് അതിന്റെ അതായത് ആരാണോ അത് വാങ്ങിയത് അദ്ദേഹത്തിന് കൊടുക്കുന്നു. എന്നാണോ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഉണ്ടാകുന്നത് അന്ന് വരെ അതിന്റെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യും. അപ്പൊ ഇവിടെ അക്കൗണ്ടിംഗ് ബുക്കുകളിൽ നമ്മൾ അത് എന്ത് ചെയ്യുന്നു, അസറ്റ് ആയിട്ട് എഴുതി വെക്കുന്നു. ഇവിടെയാണ് ഏത് പ്രിൻസിപ്പിൾസ് പ്രായോഗികമാകുന്നത്, സബ്സ്റ്റാൻസ് ഓവർ ലീഗൽ ഫോം, നിയമത്തെക്കാൾ കൂടുതൽ യാഥാർത്ഥ്യത്തിന് പ്രാധാന്യം നൽകുന്നു. അപ്പൊ എന്താണെന്ന് മനസ്സിലായോ? അതായത് ഒരു കാര്യം, അതായത് അക്കൗണ്ടിംഗ് ബുക്കിൽ ഒരു ട്രാൻസാക്ഷൻ എഴുതുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, നിയമപരമായ വശങ്ങളെക്കാൾ കൂടുതൽ യാഥാർത്ഥ്യമായ വശങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിംഗ് ബുക്കുകളിലെ ട്രാൻസാക്ഷനുകൾ രേഖപ്പെടുത്തി വെക്കുന്നത്. ഇപ്പൊ ഈ കൊറോണ കാലത്തൊക്കെ എല്ലാവരും ഭയങ്കര പാചകപ്പുരയിലായിരുന്നു, യൂട്യൂബ് നോക്കി പാചകം ചെയ്യുന്നു അല്ലെ. അപ്പൊ യൂട്യൂബൊക്കെ നോക്കി പാചകം ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്ര കപ്പ് എടുക്കുക, ഇത്ര സ്പൂൺ ഇടുക എന്നൊക്കെ പറയും. പക്ഷെ നമ്മളത് കൃത്യമായിട്ട് ചിലപ്പോൾ ചിലരൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും, നമുക്കറിയാം, ഏകദേശം ഒരു ഐഡിയ അറിയുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് മുളകിടുന്നു, മല്ലിപ്പൊടി ഇടുന്നു, മഞ്ഞൾപ്പൊടി ഇടുന്നു അല്ലെ, ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ പൗഡർ ഇടുന്നു അല്ലെ. അത് അതിനെ പറയുന്ന പോലെയാണോ? അല്ല. ഇത്ര അളവ് നിങ്ങൾ ഇങ്ങനെ എടുക്കണം അങ്ങനെയൊന്നല്ല. നമ്മളത് ചിലപ്പോൾ കുറച്ച് കൂടാൻ കുറച്ച് കുറയാം അല്ലെ. നമുക്ക് അവസാനം നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. ഉപ്പ് ഒരു നുള്ള് എന്നൊക്കെ പറയും. ചിലപ്പോൾ ഒരു നുള്ളു ഉപ്പിട്ടാൽ ചിലപ്പോൾ നടന്നൊന്നും വരില്ല. കുറച്ചുകൂടി നമുക്ക് കുറച്ച് കൂടുതൽ ഉപ്പിടുന്ന ആൾക്കാരാണെങ്കിൽ, ഉപ്പ് കൂട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു നുള്ളു ഉപ്പിൽ പറ്റില്ല, കുറച്ച് ഉപ്പ് കൂടുതൽ ഇടും. അതുപോലെ തന്നെയാണ് അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തി വെക്കുന്നത്. നിയമത്തെക്കാൾ കൂടുതൽ യാഥാർത്ഥ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുക. അടുത്തത് 6ാമത്തെ പോയിന്റ്, പ്രാക്ടീസ് ഇൻ ഇൻഡസ്ട്രീസ്. എന്താ പ്രാക്ടീസ് ഇൻ ഇൻഡസ്ട്രീസ്? അതായത് ദ പ്രാക്ടീസ് ആൻഡ് മെത്തേഡ്സ് prevailing in a particular industry has to be kept in mind while recording and presenting accounting information. അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ തയ്യാറാക്കുന്ന സമയത്ത് ആ സ്ഥാപനം എന്താണോ ഫോളോ ചെയ്യുന്നത്, ആ സ്ഥാപനം ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിംഗ് മെത്തേഡ്സുകളും പ്രാക്ടീസുകളും ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം എഴുതാൻ. അതായത് പറഞ്ഞു എല്ലാ കൊല്ലവും ഏകദേശം ഒരേപോലത്തെ മെത്തേഡ് ആയിരിക്കണം ഫോളോ ചെയ്യുന്നത്. ഇന്ന് ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഈ വർഷം ഫോളോ ചെയ്തത് തന്നെ അടുത്ത കൊല്ലം ഫോളോ ചെയ്തില്ലെങ്കിൽ അത് അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന എൻഡ് യൂസേഴ്സിന് ഒരു ഇന്റർഫേം കമ്പാരിസൺ ഒന്നും നടത്താനായിട്ട് സാധിക്കുകയില്ല. ഒരു സ്ഥാപനത്തിലെ 5 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തെ അല്ലെങ്കിൽ ഒരു 2-3 വർഷത്തെ കമ്പാരിസൺ നടത്തുമ്പോൾ ഒരു കൊല്ലം ഒരു രീതിയിൽ തയ്യാറാക്കുന്ന വേറൊരു കൊല്ലം വേറൊരു രീതിയിൽ മെത്തേഡ്സിൽ തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫേം കമ്പാരിസൺ വളരെ ബുദ്ധിമുട്ടാകും. അപ്പൊ അതുകൊണ്ട് ഒരു അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നതിന് മുൻപ് ആ സ്ഥാപനത്തിൽ എന്താണോ ഫോളോ ചെയ്യുന്നത്, ഫോളോ ചെയ്തുകൊണ്ട് വരുന്നത്, ആ സെയിം മെത്തേഡ് പിന്നീടുള്ള വർഷങ്ങളിലും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ആ മെത്തേഡാണ് പ്രാക്ടീസ് ഇൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പൊ മോഡിഫൈയിങ് പ്രിൻസിപ്പിൾസിന്റെ ലാസ്റ്റ് പോയിന്റും കഴിഞ്ഞു. മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലാവാതിരിക്കാൻ സാധ്യതയുണ്ടോ? ഇനി മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി ഞാനതൊന്ന് റിവൈസ് ചെയ്യാണ്. മോഡിഫൈയിങ് പ്രിൻസിപ്പിൾസ് ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പൊ 1ാമത്തെ പോയിന്റ് എന്താണ് നമ്മൾ പറഞ്ഞത്? മെറ്റീരിയാലിറ്റി. മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുതാപരം. അതായത് ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടിംഗ് റെക്കോർഡ്സുകൾ ഒരുപാട് ഉണ്ടാകും. ലോഡ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ, ലോഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. പക്ഷെ ഇവയെല്ലാം കൂടെ എഴുതി എന്ത് ചെയ്യുന്നു? അക്കൗണ്ടിംഗ് സിസ്റ്റം ആകെ ബൾജാവും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്താകും, അത്രയ്ക്ക് അധികമായിരിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റെക്കോർഡ്സ് ഓൺലി മെറ്റീരിയൽ ഫാക്ട്സ് ആൻഡ് ഇഗ്നോർ ഇമ്മെറ്റീരിയൽ ഫാക്ട്. മെറ്റീരിയൽ വസ്തുതാപരമായ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, ആവശ്യമില്ലാത്തവയെ പുറന്തള്ളുക.
ഞാനിപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാത്തത് പറയുന്നുണ്ട്. അതായത് ടെക്സ്റ്റിന് പുറത്തുള്ള കാര്യങ്ങളും പേഴ്സണലി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് എഴുതി വെക്കരുത് കേട്ടോ. ചിലപ്പോൾ ആൺകുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ചിലർ പ്രകൃതമുണ്ട്. അവരെന്ത് ചെയ്യുന്ന ഉദാഹരണമൊക്കെ നന്നായി ശ്രദ്ധിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, എഴുതേണ്ട സ്ഥലത്ത് വരുമ്പോൾ ടീച്ചർ അന്ന് പറഞ്ഞ ഉദാഹരണം ഇല്ല, അത് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയും. അത് അല്ല വേണ്ടത്. പറയുന്ന കാര്യങ്ങൾ, അതായത് ഈ ക്ലാസ്സിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഉദാഹരണങ്ങളൊക്കെ പറയും. അല്ലെങ്കിൽ നിങ്ങൾ ഈ ടീച്ചർ എത്ര നേരമായി ഇവിടെ കിടന്ന് പറയുന്നു, എൻ്റെ അമ്മോ ഇതെങ്ങനെ കേട്ടിരിക്കും, ഇത് മുഴുവനും തിയറി ആണല്ലോ എന്നൊക്കെ പറയും. ഈ 2 ചാപ്റ്ററിലെ തിയറി തന്നെ ഉള്ളൂ ഇത്ര അധികം. അത് കഴിഞ്ഞാൽ പിന്നെ തിയറി ചാപ്റ്ററുകൾ ഇല്ല. പിന്നെ ഓരോ പ്രോബ്ലം വരുന്നതിന് മുൻപ് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് തന്നെ ഉള്ളൂ. നിങ്ങൾ ഈ സോഷ്യലും സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, ഇംഗ്ലീഷ്, മലയാളം സെക്കൻഡ് ഇതൊക്കെ വായിച്ച് വന്ന കുട്ടികളല്ലേ? ആര് വായിച്ചു എൻ്റെ ടീച്ചർ? ഞങ്ങളൊന്നും വായിച്ചില്ല എന്നല്ല പറയേണ്ടത്. എന്താണ്, അതായത് ഇതൊക്കെ വായിച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ കുറവാണ് കേട്ടോ. അപ്പൊ എന്താണ് ഇതിപ്പോ എങ്ങനെ ഈ ഒരു കാര്യത്തെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തു നോക്കി. ഞാൻ പറഞ്ഞു ഓരോ ദിവസം ഒരു പോയിന്റ് അല്ലെങ്കിൽ 2 പോയിന്റുകൾ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് കവറപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പെൺകുട്ടികളൊക്കെ പിന്നെ ഇരുന്ന് പഠിക്കും തോന്നുന്നു അല്ലെ? ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഇപ്രാവശ്യം നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ പെൺകുട്ടികൾക്കാണ് കൂടുതൽ റിസൾട്ട്. കൊറോണ ഒന്നും അവർ എന്താണ് ആഘോഷിച്ചില്ല, അവരിരുന്ന് പഠിച്ചു. ചെറുക്കന്മാരാ അത്യാവശ്യം ഉഴപ്പാത്ത പിള്ളേരും ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ മെറ്റീരിയലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റീരിയാലിറ്റി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിച്ച് മെറ്റീരിയൽ ഫാക്ട് മാത്രം രേഖപ്പെടുത്തി ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്റ്റിനെ ഒഴിവാക്കുന്ന പ്രിൻസിപ്പിളാണ് മെറ്റീരിയൽ ഫാക്ട് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് എമൗണ്ട് ഡ്യൂ ടു ദ ഡെപ്റ്ററിന്റെ ഇനി തരാനുള്ള എമൗണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ അക്കൗണ്ടന്റ് നല്ല ഭംഗിയായിട്ട് ഇത്ര രൂപ ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് എഴുതി ടോപ്പ് മാനേജ്മെന്റിന് കൊടുക്കും. ടോപ്പ് മാനേജ്മെന്റ് എന്താ ചെയ്യുന്നത്? ടോപ്പ് മാനേജ്മെന്റ് അത് റൗണ്ട് ഓഫ് ചെയ്തിട്ട് ഒരു ഫിഗർ ആക്കി മാറ്റുന്നു. ഇതാണ് മെറ്റീരിയൽ ഫാക്ട്. കാരണം നമുക്ക് ബുദ്ധിമുട്ടാണ്, ഒരുപാട് കാര്യങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ തരാനുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇത്ര രൂപ ഇത്ര പൈസ നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ. ഒരു സ്ഥാപനത്തിലും ഇത്ര രൂപ ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാവില്ല. അത് നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ചെയ്യും. മനസ്സിലായോ? ഇനി അപ്പം മെറ്റീരിയൽ ഫാക്ട് എന്താണെന്ന് മനസ്സിലായില്ലേ? മെറ്റീരിയാലിറ്റി. രണ്ടാമത്തത് എന്താ? കൺസിസ്റ്റൻസി, പൊരുത്തം. 10ൽ 10 പൊരുത്തം അതുണ്ടാവണം. ഏതിന്? അക്കൗണ്ടിങ്ങിൽ. എങ്ങനെ ഉണ്ടാവണ്ടേ? അതായത് ഒരു കൊല്ലം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള രീതിയിലായിരിക്കണം, അതേ മെത്തേഡ്സും അതേ ടെക്നിക്സും ഉപയോഗിച്ചുകൊണ്ട് വേണം അടുത്ത വരും വർഷങ്ങളിലെ ഓരോ അക്കൗണ്ട് ബുക്കും തയ്യാറാക്കാൻ. അപ്പോൾ ഒരു ബിസിനസ്സിലെ ഫേമില് എന്ത് ചെയ്യുന്നു? അതായത് വസ്തുതകൾ രേഖപ്പെടുത്തുമ്പോൾ അവ തമ്മിൽ എന്തുണ്ടാകണം? സാമ്യത ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ അതിന് ഉദാഹരണം പറഞ്ഞു, ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ രേഖപ്പെടുത്തി വെക്കുമ്പോൾ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ എന്ന് പറഞ്ഞു. അപ്പൊ ഏതാണോ അതെടുത്ത് സ്വീകരിച്ചു. ആദ്യത്തെ കൊല്ലം എഴുതി, ആദ്യത്തെ കൊല്ലം കോസ്റ്റ് പ്രൈസ് കുറഞ്ഞു, അപ്പൊ അത് എഴുതി. പിന്നത്തെ കൊല്ലം മാർക്കറ്റ് പ്രൈസ് എഴുതി, പിന്നത്തെ കൊല്ലം കോസ്റ്റ് പ്രൈസ് എഴുതി. അപ്പൊ തന്നെ കൺഫ്യൂഷൻ ആയി. കോസ്റ്റ് പ്രൈസ് ആണ് എഴുതുന്നതെങ്കിൽ എല്ലാ കൊല്ലത്തെയും ക്ലോസിംഗ് സ്റ്റോക്കില് ഏത് എഴുതണം? കോസ്റ്റ് പ്രൈസ് എഴുതണം. അങ്ങനെ എല്ലാ വർഷങ്ങളും തമ്മിലും എന്തുണ്ടാകണം? സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കണം, സാമ്യതകൾ. അതാണ് എന്ത് പറയുന്നത്? കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? കൺസർവേറ്റിസം. ബ്രാക്കറ്റിലുള്ള കാര്യം മറക്കരുത്. വിത്ത് പ്രൂഡൻസ്. എന്താണ്? അലേർട്ട്. അത് മറക്കൂല അല്ലെ? മറക്കോ?
ഇല്ലല്ലോ. അതായത് പ്ലേയിങ് സേഫ്, സംരക്ഷിക്കണം ജാഗ്രതയോടുകൂടി. അതായത് ബിസിനസ് സ്ഥാപനം ഒരു വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ നഷ്ടങ്ങളും മുൻകൂട്ടി കണ്ട്, അതായത് കണക്കാക്കി, ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പില്ലെങ്കിലും മുൻകൂട്ടി കണ്ട് ആ നഷ്ടങ്ങളെല്ലാം കുറച്ചതിന് ശേഷം ബാക്കി തുക എന്തായിട്ട് എഴുതാൻ പാടുള്ളൂ? പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കാൻ പാടുള്ളൂ. അതേസമയം ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രോഫിറ്റ് ഒരിക്കലും ഇതിനകത്ത് എഴുതാൻ പാടില്ല. അതാണ് പ്ലെയിൻ സേഫ്. നഷ്ടം എത്ര വേണമെങ്കിലും എഴുതാം, എത്ര വേണമെങ്കിലല്ല, നഷ്ടം ആവശ്യത്തിനുള്ളത് എഴുതാം. അതാണ് പ്രുഡൻസ്. അതേസമയം ലാഭം ഒരിക്കലും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ലാഭം എഴുതാൻ പാടില്ല. ആ കൺസെപ്റ്റ് ആണ് എന്ത് പറയുന്നത്? കൺസർവേറ്റിസം. അപ്പൊ ഇതിനൊരു ഒബ്ജക്ഷൻ ഉണ്ട്, എതിർവാദം ഉണ്ട്. ഇങ്ങനെ ഓവറായിട്ട് നഷ്ടം കണ്ട് അത് മാറ്റി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥാപനത്തിന്റെ ലാഭത്തെ ബാധിക്കില്ലേ, അതിന്റെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ്സിനെ ബാധിക്കില്ലേ എന്നൊക്കെ ഒരുപാട് വാദഗതികളുണ്ട്. അപ്പം അതുകൊണ്ട് എങ്ങനെ വേണം? കൺസർവേറ്റിസം, അതായത് ഫോളോ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസർവേറ്റിസം വിത്ത് പ്രുഡൻസ്, ജാഗ്രതയോടുകൂടിയാണ് അത് ചെയ്യേണ്ടത്. അതായത് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ ഈ എന്താ പറയുക അക്കൗണ്ട്സ് തയ്യാറാക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? അതായത് ആവശ്യത്തിന് മാത്രം കൺസർവേറ്റിസം എടുക്കുക. അതായത് വളരെ ബുദ്ധിയോട് ജാഗ്രതയോടുകൂടി ചിന്തിച്ച് ഏതൊക്കെ മേഖലയിൽ എന്തെല്ലാം നഷ്ടങ്ങളാണ് എഴുതേണ്ടത്, എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്. അതിപ്പോ നമുക്കൊരു സ്ഥാപനത്തിന് എത്രത്തോളം മാറ്റി വെക്കണം, ഒരു കരുതൽ ധനം, റിസർവ് ഫണ്ട്, ആ കരുതൽ ധനം എത്ര മാറ്റി വെക്കണം എന്നുള്ളത് അക്കൗണ്ടന്റ് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അവിടെയാണ് അക്കൗണ്ടന്റ് ഒരു പ്രുഡന്റ് മാൻ ആയിട്ട് പ്രവർത്തിക്കേണ്ടത്, ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന വ്യക്തിയായിട്ട് മാറേണ്ടത്. ഇനി അടുത്തത് എന്താണ്? ടൈംലിനെസ്. പറഞ്ഞു, ഒരു PSC എക്സാം ഒക്കെ എഴുതാൻ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ SLC എക്സാമിന് പിന്നെയും കുറച്ചുകൂടി നിങ്ങൾക്ക് പരിഗണന തരുമായിരിക്കും. ടൈമിന് എത്തണ്ടേ? രാവിലെ ഉള്ള പരീക്ഷയ്ക്ക് ഉച്ചയ്ക്ക് ചെന്നാൽ പരീക്ഷയ്ക്ക് ആരെങ്കിലും ഇരുത്തോ? ഇല്ലല്ലോ. എക്സാമിന് എപ്പോഴും കറക്റ്റ് ടൈമിൽ ചെല്ലണം. ഒരു 5 മിനിറ്റ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കേസ് കൊണ്ട് വൈകിയാലും അവർ ഇരുത്തും. പക്ഷെ രാവിലെ ഇരിക്കേണ്ട എക്സാമിന് ഉച്ചയ്ക്ക് ചെന്നാൽ ഇരുത്തൂല. പരീക്ഷയും കഴിഞ്ഞ് എല്ലാവരും കൊടുത്തിട്ട് വീട്ടിൽ പോയിട്ടുണ്ടാവും. അപ്പൊ ഇതുപോലെ തന്നെയാണ് അക്കൗണ്ടിങ്ങിന്റെ വിവരങ്ങൾ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് വിതിൻ കറക്റ്റ് ടൈം, കൃത്യമായ സമയത്തായിരിക്കണം. ആവശ്യമില്ലാത്ത, അവരുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം എത്ര ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്താലും അവർക്ക് കറക്റ്റ് ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് എടുക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് എപ്പോഴാണോ അവർക്ക് ആവശ്യം വരുന്നത് ആ സമയത്ത് തന്നെ എന്ത് ചെയ്യേണ്ടതാണ്? ആ സമയത്ത് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യണം വിതിൻ കറക്റ്റ് ടൈം. എന്നാൽ മാത്രമേ ഭാവിയിലേക്കുള്ള ഫ്യൂച്ചർ ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ. അടുത്തത് സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം. എന്താ അത് പറഞ്ഞത്? അതായത് എപ്പോഴും അക്കൗണ്ടിംഗ് ബുക്കുകളിൽ ഒരു വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം? ലീഗാലിറ്റിയേക്കാൾ കൂടുതൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഫോളോ ചെയ്യേണ്ടത് വരും. നിയമപരത്തെക്കാൾ കൂടുതൽ യാഥാർത്ഥ്യത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ കൊറോണയുടെ കാലം വന്നപ്പോൾ ഒരു കുഞ്ഞു കൊച്ചിന് കൊറോണ പിടിച്ചു എന്ന് വെച്ചാൽ എല്ലാവരും കൊറോണയുള്ള ആളുകളെ ക്വാറന്റൈനിൽ ഇരുത്തണം, എന്നിട്ട് നിങ്ങൾ അവരോട് അടുക്കരുത്, അവർക്ക് പ്രത്യേകിച്ച് ഒരു കുഞ്ഞു കൊച്ചിന് കൊറോണ, നിയമം അങ്ങനെയാണ് അല്ലെ, ക്വാറന്റൈനിൽ ഇരുത്തണം, ആ വ്യക്തിയുമായിട്ട് ഇടപഴകരുത്, ആ വ്യക്തിക്ക് സെപ്പറേറ്റ് ഒരു റൂം അലോട്ട് ചെയ്യണം, അയാൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കരുത്, അങ്ങനെ സ്പ്രെഡ് ചെയ്യരുത്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം എന്നൊക്കെ പറയും. പക്ഷെ ഒരു കുഞ്ഞു കൊച്ചിന് കൊറോണ വന്നു കഴിഞ്ഞാൽ അതിനെ ആ റൂമിന്റെ ഉള്ളിൽ ഇരുത്തിയിട്ട് പുറത്ത് കുറുക്ക് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഭക്ഷണം വെച്ച് കൊടുത്താൽ നടപ്പിലാവുമോ? ഇല്ല. അതിനെ പരിചരിക്കാൻ അതിന്റെ അമ്മ തന്നെ കൂടെ വേണം. ഇവിടെ നിയമത്തെക്കാൾ കൂടുതൽ യാഥാർത്ഥ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഇതിൽ നടക്കുന്നത്, അക്കൗണ്ടിങ്ങിലും ചെയ്യുന്നത്. നിയമപരമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ എന്താണോ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്
അത് മാത്രമാണ് ഏതിൽ ചെയ്യേണ്ടത്? അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തേണ്ടത്. അതിനാണ് നമ്മൾ എന്തിന്റെ ഉദാഹരണം പറഞ്ഞത്? ഹയർ പർച്ചേസസിന്റെ ഉദാഹരണം പറഞ്ഞത്. ഹയർ പർച്ചേസിംഗിൽ എന്ത് ചെയ്യുന്നു? അതായത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റിൽ തന്നെ ഉൽപ്പന്നം ആരാണോ അത് വാങ്ങിക്കുന്നത് അയാളുടെ വീട്ടിലേക്ക് എത്തുന്നു. പക്ഷെ അതിന്റെ ഉടമസ്ഥാവകാശം ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കഴിയുമ്പോഴേ എത്തുന്നുള്ളൂ. റവന്യൂ റിയലൈസേഷനിൽ പറഞ്ഞു ആന്റിസിപ്പേറ്റഡ് സെയിൽസ് എഴുതാൻ പാടില്ല, പക്ഷെ ഇത് എക്സെപ്ഷണൽ കേസാണ്. അപ്പൊ ഇങ്ങനെയുള്ള സെയിലുകളും നമുക്ക് എന്ത് ചെയ്യാം? ആസ്തിയായിട്ട് കരുതി, അസറ്റായിട്ട് കരുതി അക്കൗണ്ടിംഗ് ബുക്കുകളിൽ. ഇവിടെ നിയമമല്ല, മറിച്ച് സബ്സ്റ്റാൻസസിനാണ് പ്രാധാന്യം, യാഥാർത്ഥ്യം. അടുത്തത് പ്രാക്ടീസ് ഇൻ ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസില് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് സെയിം പ്രാക്ടീസ് ആൻഡ് മെത്തേഡ്സ്. ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രീസിന് ഒരു സെയിം, അതായത് ഒരു പ്രാക്ടീസും മെത്തേഡ്സും ഉണ്ടായിരിക്കണം. അത് തന്നെയായിരിക്കണം ആ ഇൻഡസ്ട്രി എല്ലാ കാലത്തും ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെ വന്നാൽ മാത്രമേ ഇന്റർഫേം കമ്പാരിസൺ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ എൻഡ് യൂസേഴ്സിന് അക്കൗണ്ടിങ് ഇൻഫോർമേഷനെ കുറിച്ചുള്ള ഒരു വിശ്വാസ്യത കൊടുക്കാനും ഇത്തരത്തിലുള്ള കമ്പാരിസൺ ഇത്തരത്തിലുള്ള മെത്തേഡ്സ് വളരെയധികം സഹായിക്കും. കാര്യം മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? അതായത് മെറ്റീരിയാലിറ്റി, കൺസിസ്റ്റൻസി, കൺസർവേറ്റിസം, ടൈംലിനെസ്, സബ്സ്റ്റാൻസ് ഓവർ ലീഗൽ ഫോം, പ്രാക്ടീസ് ഇൻ ഇൻഡസ്ട്രീസ്. ഇനി ടീച്ചർ പറയാൻ പോകുന്നത് ഒന്നുകൂടി റിവൈസ് ചെയ്യാണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അതായത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ 4 തരംതിരിച്ചു. അതിന്റെ 3 ഭാഗങ്ങൾ കഴിഞ്ഞു. അതിലെ 1ാമത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? അതായത് അക്കൗണ്ടിങ് അസംഷൻസ് ആൻഡ് കോൺസെപ്റ്റ്സ്. അതില് നമ്മൾ പറഞ്ഞു 4 പോയിന്റ് ആണ്. അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്, പിന്നെന്താ? അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ഓൺഗോയിങ് കൺസേൺ, മണി മെഷർമെന്റ് ആൻഡ് അക്കൗണ്ടിങ് പീരീഡ്. ഓർമ്മയില്ലേ? ഇനി അടുത്തതായിട്ട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. അതിൽ എത്ര പോയിന്റ് ഉണ്ട്? ഓർമ്മയുണ്ടോ? 6 പോയിന്റ് ഉണ്ട്. ഏതൊക്കെ 6 പോയിന്റ്? റവന്യൂ റിയലൈസേഷൻ, വെരിഫയബിൾ ഒബ്ജക്റ്റീവ്സ്, മാച്ചിങ് പ്രിൻസിപ്പിൾസ്. പിന്നെന്താണ്? മാച്ചിങ് പ്രിൻസിപ്പിൾസ്, ഫുൾ ഡിസ്ക്ലോഷർ, ഡ്യുവൽ ആസ്പെക്ട്സ്, ഹിസ്റ്ററിക്കൽ കോസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഏത്? മാച്ചിങ് പ്രിൻസിപ്പിൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷനിലുള്ളത്. 3rd പോയിന്റ്, 3rd വിഭാഗം എന്ന് പറയുന്നത് മാച്ചിങ് പ്രിൻസിപ്പിൾസ് ആണ്. മാച്ചിങ് പ്രിൻസിപ്പിൾസിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു? മാച്ചിങ് പ്രിൻസിപ്പിൾസിലാണ് മെറ്റീരിയാലിറ്റി, കൺസിസ്റ്റൻസി, കൺസർവേറ്റിസം വിത്ത് പ്രുഡൻസ്, ടൈംലിനെസ്, സബ്സ്റ്റാൻസ് ഓവർ ലീഗൽ ഫോം, പ്രാക്ടീസ് ഇൻ ഇൻഡസ്ട്രീസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഈ തിയറിയുടെ ഏകദേശം ഒരു 3/4 ഭാഗം അവസാനിച്ചു കേട്ടോ. ഇനി ഒരു 1/4 ഭാഗമാണ് ഉള്ളത്. 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു 70-30 എന്ന് കൊടുത്തോ നിങ്ങൾ. 70% അവസാനിച്ചു, ഇനി 30% ഉള്ളത്. അപ്പം ഇതുവരെ പഠിച്ച കാര്യങ്ങളും അതിന്റെ പോയിന്റ്സുകളൊക്കെ നോട്ട് ചെയ്യുക. എന്താണ് അതിനകത്ത് വരുന്നത് എന്നുള്ളതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക. ഓരോ ദിവസവും ഓരോ പോയിന്റ് വെച്ച് പഠിച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് വളരെയധികം അത് ഉപയോഗപ്രദമാകും. പിന്നീട് ഓവർ ബർഡൻ ആവില്ല. എന്തായാലും ഈ പാഠത്തിൽ നിന്ന് ഒരു 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. 5 മാർക്ക് മിനിമം കേട്ടോ. മാക്സിമം എത്രയാന്ന് എനിക്കറിയില്ല. മിനിമം 5 മാർക്കിന്റെ എങ്കിലും വരും. 5 മാർക്കിന്റെ അല്ല, അത് കൂടുതൽ വരുന്നുണ്ട്. മാക്സിമം എത്രയാന്ന് എനിക്കറിയില്ല, പക്ഷെ മിനിമം എന്തായാലും ചുരുങ്ങിയത് നിങ്ങളൊരു പ്രതീക്ഷിച്ചോ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എങ്കിലും വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ?
ഓരോ ദിവസവും ഓരോ പോയിന്റ് അല്ലെങ്കിൽ 2 പോയിന്റ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതനുസരിച്ച് നിങ്ങൾ പഠിക്കണം. അപ്പൊ നെക്സ്റ്റ് ഡേ ടീച്ചർ ഓരോ ഹെഡിങ്ങിന്റെയും എവിടം വരെ പഠിക്കണം എന്നുള്ളത് അടയാളപ്പെടുത്തി തരാം. അപ്പൊ അത് നോക്കി പഠിക്കുക കേട്ടോ. അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ ടീച്ചർ പഠിക്കാനുള്ളത് ഇങ്ങനെ അടയാളപ്പെടുത്തി തരാം. അപ്പൊ അത്യാവശ്യം കളയേണ്ടതെന്ന് പറയാൻ ഒന്നുമില്ല, എല്ലാം ഉണ്ട്. എന്നിരുന്നാലും പഠിക്കാനുള്ള ഭാഗങ്ങളായിട്ട് ഞാൻ അടയാളപ്പെടുത്തി തരാം. നിങ്ങളുടെ ബുക്സ് എടുത്തിട്ട് നിങ്ങൾ അത് അടയാളപ്പെടുത്തിയാൽ മതി. അത്രയും ഭാഗം പഠിച്ചു പോവുക. അപ്പം ഓരോ പോയിന്റുകളായിട്ട് പഠിച്ച് പോവുക. ടീച്ചർ അത് തരാം. ആദ്യത്തെ ഭാഗങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഇങ്ങനെ കളയാനായിട്ടൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ നമുക്ക് കളഞ്ഞിട്ട് പഠിക്കാം. പഠിക്കണം. അല്ലാതെ ഇപ്പൊ ഇത് അതും തന്നു അത്രയും കുറച്ചും തന്നേച്ച് പിന്നെ ഒന്നും പഠിക്കാതെ പോയി ഇരിക്കരുത്. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ ബുക്കിലേക്കല്ല, നിങ്ങളുടെ പരീക്ഷ പേപ്പറിലേക്ക് പകർത്തുക. വായിക്കുന്നവർക്ക് മനസ്സിലാകട്ടെ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെന്ന്. നന്നായി പഠിക്കുക വേണം കേട്ടോ. 10ാം ക്ലാസ് പോലെയല്ല +1 ഒക്കെ. നന്നായി പഠിക്കുക. നമ്മുടെ ഭാവി തീരുമാനിക്കുന്നതാണ് +1 +2 ഒക്കെ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ 10ാം ക്ലാസ് നല്ല മാർക്ക് മേടിച്ചല്ല എന്നല്ല, +2നും കൂടി നല്ല മാർക്ക് വാങ്ങിക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഭാവിയിലേക്കുള്ള എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് കിട്ടുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കുക, നന്നായി പഠിക്കുക. ഇന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകളിലുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതറിയിക്കുക. അപ്പൊ അതിനനുസരിച്ച് ഇനിയുള്ള ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പൊ മനസ്സിലായി കാണുമല്ലോ. നമ്മൾ എടുക്കുന്ന പാഠം തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഇനി ഒരു പുതിയ ടോപ്പിക്കാണ്. അതിപ്പോ ഇന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീരില്ല. അത് ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പറയേണ്ട ടോപ്പിക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് ടീച്ചർ ഇവിടെ നിർത്തിയത് കേട്ടോ. പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് തള്ളിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും പറ്റില്ല, പ്രയാസമാണ്. അതുകൊണ്ടും കൂടിയാണ് ടീച്ചർ കുറച്ച് ടോപ്പിക്കുകൾ എടുക്കുന്നത്. അത് പഠിക്കും. ഒരു ദിവസം 3 പോയിന്റ് 4 പോയിന്റ് ഒക്കെ എടുത്താൽ അതൊക്കെ ദഹിക്കാനുള്ള ദഹനശേഷിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നറിയാം. അതുപോലെ തന്നെ പഠിക്കും. ഇനി ഒരു പോയിന്റും കൂടിയാണുള്ളത്. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക് അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പം ഒന്നുകിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എടുത്തതിന് ശേഷം അത് എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വളരെ കുഴപ്പമില്ലാതെ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയൊരു കാര്യമാണ്. അതിൽ കുറച്ച് സ്റ്റാൻഡേർഡ്സിൻ്റെ കുറച്ച് ഇതാണ്, അതൊന്ന് വായിച്ച് പഠിച്ചാൽ മതി. പിന്നെ GST ആണ് വരുന്നത്. GST ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ അപ്പൊ GSTനെ കുറിച്ചൊക്കെ നിങ്ങളിപ്പോ പഠിക്കാൻ തുടങ്ങുന്നു. ഒന്നുമില്ല, പേടിക്കാനുള്ള സംഭവങ്ങളൊന്നുമല്ല. എന്താണ് GST, എന്താണ് CGST, SGST എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട്, സർവീസ് ടാക്സ് ഒക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ടീച്ചർ അവസാനിപ്പിക്കുകയാണ്. നന്നായി പഠിക്കുക, നന്നായി വായിക്കുക. ക്ലാസ്സുകൾ ഒന്നും അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ഏതെങ്കിലും ക്ലാസ് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ആവർത്തിച്ച് കാണിക്കുക. ഇത് എന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങളെ കുറിച്ച്. നിങ്ങൾ വലിയ കുട്ടികളായില്ലേ, അപ്പൊ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കുട്ടിത്തൊക്കെ വിടട്ടോ. നിങ്ങൾ ഇനിയിപ്പോ വലിയ കോളേജ് കുമാരന്മാരൊക്കെ ആവാൻ പോവുകയാണ്. കുട്ടിപ്പരുവം മാറി. അപ്പൊ നന്നായി പഠിക്കുക. ഓക്കെ, നല്ല കുട്ടികളാവുക. നന്നായി പ്രാർത്ഥിക്കുക. നന്നായി പഠിക്കാൻ കിട്ടണം. ഇപ്പൊ ക്ലാസ് കാണുന്നതിന് മുമ്പ് ഒക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് ദൈവത്തെ മനസ്സിൽ വിചാരിക്കണമൊക്കെ നല്ലതാ. പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടൊക്കെ നല്ല കാര്യം. അപ്പൊ ശരി, ഇന്നത്തെ ക്ലാസ് ടീച്ചർ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ്? ലിസൺ കെയർഫുള്ളി, ലേൺ കെയർഫുള്ളി ആൻഡ് store carefully and watch carefully. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ടീച്ചർ ഇങ്ങനെ പറഞ്ഞു അവസാനം ടീച്ചറിനെ ഇട്ടിട്ട് കളിയാക്കരുത് കേട്ടോ.
ആ ടീച്ചറല്ലേ, ലിസൺ കെയർഫുള്ളി ലേൺ കെയർഫുള്ളി എന്ന് പറഞ്ഞ ടീച്ചറല്ലേ എന്ന് പറയരുത് കേട്ടോ. പാവല്ലേ, ജീവിച്ചു പോട്ടെ. ശരി.